ഹായ് ഫ്രണ്ട്സ്, ഞാൻ റീസെൻ്റ് ആയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഉള്ള ആൾക്കാരുണ്ടാവാം. ഏതൊരാളെ പോലും സ്വന്തമായിട്ട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു ഫോഴ്സിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് നഷ്ടപ്പെടുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആ വീഡിയോയ്ക്ക് താഴെ ഇതുപോലൊരു കമന്റ് വന്നായിരുന്നു. ആ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ എടുത്താൽ മതി. മോശമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് അത് തള്ളിക്കളയാം. ആ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ബാഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് എനിക്ക് തോന്നി. കുറച്ചധികം കമന്റ്സ് വന്ന വീഡിയോ ആയിരുന്നു അത്. അതിൽ കുറച്ച് കമന്റ്സ് എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് കമന്റ് ആണ്, ഈ വീഡിയോ എന്ത് നെഗറ്റീവ് ആണെന്ന് ഒരാൾ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഏറ്റവും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ജോബ് ആയിരിക്കും ഈ പോലീസ് എന്ന് പറഞ്ഞത്. ഇതെന്റെ കാഴ്ചപ്പാടിൽ മാത്രമാണ്. നിങ്ങൾ എവിടെ പോയാലും നിങ്ങളൊരു പോലീസ് ആണെന്ന് പറഞ്ഞാൽ കിട്ടുന്ന റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഒരു പോലീസുകാരന് കിട്ടുന്ന ലോക പരിചയം ഇന്ന് കേരളത്തിൽ വേറെ ഒറ്റ ജോബിനും കിട്ടില്ല എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. കാരണം കേരളത്തിലെ ഏറെക്കുറെ എല്ലാ ജില്ലകളിലും, ഇന്ത്യയിലെ തന്നെ മിക്ക സ്റ്റേറ്റുകളിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. നിങ്ങളുടെ സീനിയർ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ വർക്ക് എക്സ്പീരിയൻസും ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. തലപ്പത്തിരിക്കുന്ന എല്ലാവരും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവരുടെ കീഴിലാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ലേൺ ചെയ്യാനും ട്രാവൽ ചെയ്യാനും ഹാർഡ് വർക്ക് ചെയ്യാനും പറ്റിയവർക്ക് ഏറ്റവും ബെസ്റ്റ് ജോബാണെന്ത് ഈ പോലീസ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരം താല്പര്യമുള്ള ആളുകൾക്ക് വേഗം തന്നെ കയറി ചെല്ലാവുന്ന ഒരു ജോബാണ് പോലീസ് എന്ന് പറയുന്നത്. ഇതാണ് ഈ ജോലിയെ കുറിച്ച് എനിക്ക് പോസിറ്റീവായിട്ട് പറയാനുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തത് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ഓണമോ പെരുന്നാളോ എന്തിനെ ഒരു ഞായറാഴ്ച പോലും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പോലീസുകാർക്ക് പറ്റുന്നുണ്ടാവില്ല. വ്യക്തമായിട്ടൊരു ഡ്യൂട്ടി ടൈമോ വ്യക്തമായിട്ടുള്ള ഒരു ഡ്യൂട്ടിയോ ഇല്ല. ഒരു ദിവസം ലീവ് കിട്ടുന്നത് ഒരു നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞാലാണ്. അതും ഒരു റെസ്റ്റ് ആയിട്ടാണ് കിട്ടുക. ഇപ്പൊ അത് പുതിയ നിയമപ്രകാരം ഒരു ദിവസം നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം 4 മണി, ഈവനിങ് 4 മണി ആകുമ്പോഴേക്കും വീണ്ടും സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെയാണ് ഇപ്പൊ പുതിയ നിയമം. ഏകദേശം ഒരാഴ്ച 2-3 നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്ന സ്റ്റേഷനുകളുണ്ട്. ഇങ്ങനെയാണ് പോലീസിന്റെ ജീവിതം പോകുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ നിർത്തിപ്പോകുന്ന ഗവൺമെന്റ് ജോബാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞപ്പോൾ ഇന്നേ വരെ കാണാത്തതും പരിചയപ്പെടാത്തതുമായിട്ടുള്ള ആളുകൾ വന്നിട്ട് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു. ഐ എം വെരി ഹാപ്പി, ഐ എം വെരി ഗ്ലാഡ് ടു യുവർ സപ്പോർട്ട്. ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ മാത്രം പ്രശ്നമാണെന്നാണ്. പക്ഷേ ആ വീഡിയോയുടെ താഴെ വന്ന കമന്റ്സ് വായിച്ചപ്പോൾ ഇത് എല്ലാവർക്കും ഉള്ളൊരു അവസ്ഥയാണെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവരും ഈ അവസ്ഥയിലാണ് കടന്നു പോകുന്നത് എനിക്ക് മനസ്സിലായി. അതിനിടയിൽ ഒരു ബ്രോഡ് കമന്റ് ഇങ്ങനെയായിരുന്നു, ഞാൻ ജോലി രാജിവെക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ വൈ ഡോണ്ട് യു ഫൈറ്റ് ദെയർ എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ അതിനൊരു റിപ്ലൈ കൊടുത്തു, ഇറ്റ്സ് നോട്ട് അബൌട്ട് ഫൈറ്റ് ബ്രോ, ഇറ്റ്സ് ഓൾ അബൌട്ട് മൈ പീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആളുടെ റിപ്ലൈ എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു, ഐ നോ ദ പെയിൻ ബ്രോ, ഐ ആം ഇൻ പാരാമിലിറ്ററി. ഞാൻ ആ കമന്റ് വായിച്ചപ്പോ ജസ്റ്റ് വളരെ ഷോക്കായി. കാരണം 210 ദിവസം ട്രെയിനിങ് ചെയ്തിട്ടാണ് ഓരോ പോലീസുകാരും ഇറങ്ങുന്നത്. ഈ 210 ദിവസം ഓരോ ദിവസം എണ്ണിട്ടായിരിക്കും അവിടെ ജീവിക്കുന്നുണ്ടാവുക. എന്നാണ് ഈ 210 ദിവസം ആവുക എന്നായിട്ട് ആലോചിച്ചിട്ടായിരിക്കും എന്നും കിടന്നുറങ്ങുന്നുണ്ടാവുക. ഈ പോലീസ് ട്രെയിനിങ്ങിനേക്കാൾ ഏകദേശം 10 ഇരട്ടിയോളം ഹാർഡാണ് ഈ പാരാമിലിറ്ററി ട്രെയിനിങ് എന്ന് പറയുന്നത്. അതും ഒരു 210 ദിവസമോ അല്ലെങ്കിൽ 1 വർഷമോ 2 വർഷമോ അല്ല, ജീവിതകാലം മുഴുവൻ
ആളുടെ സർവീസ് കഴിയുന്നത് വരെ അവർക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് ഉണ്ടാവും. നമ്മുടെ ജോലി വെച്ചിട്ട് അവരെ കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. പിന്നെ ആ വീഡിയോയ്ക്ക് താഴെ വന്നൊരു കമന്റാണ്, നിനക്കൊക്കെ ഭ്രാന്താണ്, നീ കാരണം ഒരാളുടെ അവസരമാണ് നഷ്ടപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു കമന്റ് ഞാൻ കണ്ടു. ആള് പറഞ്ഞതിൽ ഒരു കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇന്നൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണ എല്ലാവരും ഏതെങ്കിലും ഒരു ജോലി ചെയ്താൽ മതി എന്നുള്ള, കിട്ടിയാൽ മതി അല്ലെങ്കിൽ അത് ചെയ്താൽ മതി എന്നുള്ള മൈൻഡിലാണ് എല്ലാവരും നടക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഒരു ഗവൺമെന്റ് ജോബ് കിട്ടിയിട്ട് ഞാനത് രാജിവെക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ ആളുടെ ഒരു ഫ്രസ്ട്രേഷനാണ്. എനിക്കും പേഴ്സണലായിട്ട് കുറെ പേരെ അറിയാം, എൻ്റെ ഒപ്പം പഠിച്ചവര്, ഈ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്ത കുറെ ആൾക്കാർ അറിയാം. ഒരു വർഷങ്ങളായിട്ട് ട്രൈ ചെയ്തിട്ടും അവർക്ക് ഈ ജോലി കിട്ടാനിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത ജോലി ഇപ്പോഴും ചെയ്യുന്നവരെ എനിക്കറിയാം. അപ്പൊ അവരോടൊക്കെ പോയിട്ട് ഞാൻ ഇങ്ങനെ പറയുകയാണെന്ന് വെച്ചാൽ അവരും ഇതേപോലെ തന്നെയായിരിക്കും, ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് തന്നെയായിരിക്കും പ്രതികരിക്കുന്നുണ്ടാവുക. ബട്ട് ഞാൻ പറഞ്ഞത് എൻ്റെ ഈ ജോലിയുടെ പ്രഷർ കൊണ്ട് പറഞ്ഞ കാര്യം മാത്രമാണ്. പിന്നെ പറഞ്ഞ കാര്യമാണ് ഞാനൊരാളുടെ അവസരം നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നത്. അങ്ങനെയല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ എൻ്റെ അവസരമാണ് മുതലാക്കുകയാണ് ചെയ്തത്. ഒരു 100 വാക്കൻസിയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞെന്ന് വെച്ചെങ്കിൽ അതിലൊരു വാക്കൻസി എനിക്ക് കിട്ടിയെന്ന് വെച്ചെങ്കിൽ ഞാൻ അതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് വെറുതെ ഒരാൾ ജോലി തന്നല്ല, ഞാൻ അതിനു വേണ്ടി വർക്ക് ചെയ്ത് ആ അവസരം മുതലാക്കിയിട്ടാണ് ഞാനിപ്പോൾ ജോലിക്ക് ഇരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് കുറച്ചധികം ആളുകൾ എന്നോട് ചോദിച്ച കാര്യമാണ്, അവരിപ്പോ എല്ലാവരും അഡ്വൈസ് ഒക്കെ വന്ന് ജോലിക്ക് കയറാൻ നിൽക്കുകയാണ്. അപ്പൊ അവർ ചോദിക്കുന്നത് പറഞ്ഞു വെച്ചെങ്കിൽ ഈ ജോലി അത്ര പ്രശ്നമുള്ളതാണോ, ഞങ്ങൾക്ക് പേടിയാവോ എന്നൊക്കെ. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത്, ഇതൊരു ജോലിയായിട്ട് കണക്കാക്കരുത്, ഇതൊരു സോഷ്യൽ സർവീസാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം നോക്കാതെ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. ഈ പറഞ്ഞ കാര്യം ജോലിക്ക് കയറിയ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അത് നിങ്ങളും ജോലിക്ക് കയറുമ്പോൾ മനസ്സിലാവും ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. അടുത്തതായിട്ട് കുറച്ചധികം ആൾക്കാർ ചോദിച്ച ചോദ്യമാണ്, ഞാൻ റിസൈൻ ചെയ്തോന്ന്. ഞാനിപ്പോഴും റിസൈൻ ചെയ്തിട്ടില്ല. എനിക്ക് ഇതിൽ തുടർന്നു പോകാൻ ഇപ്പോഴും താല്പര്യമില്ല. ബട്ട് ഞാൻ എനിക്ക് തന്നെ കുറച്ച് സമയം കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ആ വീഡിയോയുടെ താഴെ കുറെ ആളുകൾ എനിക്ക് വേണ്ടിയിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലോങ് ലീവ് എടുക്കുക, റിസൈൻ ചെയ്യണ്ട, അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരു നല്ലൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഞാൻ എനിക്ക് തന്നെ കുറച്ച് ടൈം കൊടുക്കുകയാണ്. ഫൈനലി ഐ ആം വെരി ഹാപ്പി. എൻ്റെ ഒരു പേഴ്സണൽ കാര്യം ഞാൻ വന്നിട്ട് ഷെയർ ചെയ്തപ്പോൾ കുറച്ചധികം ആളുകൾ അത് മനസ്സിലാക്കി എന്നെ സപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്കെന്തോ ഭയങ്കര താങ്ക്ഫുൾ ഫീൽ ആയിരുന്നു. ഒരിക്കൽ കൂടി താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.